ഹലോ, നമ്മളിപ്പോൾ ഉള്ള ടെസ്ല മോഡൽ 3 2024 എഡിഷൻ. നമുക്കിത് എങ്ങനെ ഡ്രൈവ് ചെയ്തിട്ട് എങ്ങനെ ഉണ്ടെന്ന് നോക്കാം. എങ്ങനെയാണ് ഇത് 2023 എഡിഷനായിട്ട് ഡിഫർ ആവുന്നതെന്ന് നോക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ, ഇത് ഇരിക്കാൻ നല്ല കംഫി ആയിട്ടുണ്ട്. നേരത്തെയും കുഴപ്പമൊന്നും ഇല്ലായിരുന്നു, എന്നാലും കുറച്ചുകൂടെയൊക്കെ രസമുണ്ട് ഇരിക്കാൻ. ഓക്കെ, നമ്മളിപ്പോൾ ഉള്ളത് ടെസ്ല മോഡൽ 3 2024 എഡിഷൻ. നമ്മൾ 2022 ഡ്രൈവ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്താണ് ഡിഫറൻസ് നമുക്ക് നോക്കാം. ഫിറ്റ് ആൻഡ് ഫിനിഷ് ഒക്കെ കുറച്ച് ഇമ്പ്രൂവ് ആയിട്ടുണ്ടെന്ന് എനിക്ക് കയറി ഇരുന്നപ്പോൾ തന്നെ മനസ്സിലായി. കുറച്ച് ഇമ്പ്രൂവ് ആയിട്ടുണ്ട് ഡെഫിനറ്റ്ലി. നമുക്ക് എന്തായാലും ഡ്രൈവ് ചെയ്ത് നോക്കാം. ഇപ്പം എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ പറയാം. ഓക്കെ, ലെറ്റ്സ് ഗോ. എനിക്ക് മെയിനായിട്ട് അറിയേണ്ടത് റോഡിൽ കൂടെ പോകുമ്പോൾ ഉള്ള നോയ്സ് ഇത് അബ്സർവ് ചെയ്യാറ് നല്ലപോലെ. അതായത് വെളിയിൽ നിന്നുള്ള നോയ്സ് നമുക്ക് നല്ലപോലെ കേൾക്കായിരുന്നു. അതെങ്ങനെ ഇപ്പോൾ ഇമ്പ്രൂവ് ആയിട്ടുണ്ടോ ഇല്ലയോ എന്ന് എനിക്കറിയണം. അതാണ് ഞാൻ മെയിനായിട്ട് ഈ വണ്ടി ഇപ്പോൾ ടെസ്റ്റ് ചെയ്യുന്നതിൻ്റെ മെയിൻ ഉദ്ദേശം. കാരണം ഇത് നേരത്തെ നമ്മൾ ടെസ്റ്റ് ചെയ്യുമ്പോഴത്തേക്കിന്, അതായത് 2023 മോഡൽ ടെസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് മെയിനായിട്ടുള്ള വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്നാമത് എഞ്ചിന് സൗണ്ട് ഒന്നുമില്ല. എ സിയുടെ ഈ ചെറിയൊരു നോയ്സ് മാത്രമേ നമുക്ക് കേൾക്കുന്നുള്ളൂ. പിന്നെ ഒബ്വിയസ്ലി ഇപ്പോൾ ഇൻഡിക്കേറ്റർ ഇട്ടതുകൊണ്ട് ഇൻഡിക്കേറ്ററിൻ്റെ, അതല്ലാതെ വേറെ ഭയങ്കര സൈലന്റ് ആണ് വണ്ടി. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ വെളിയിൽ നിന്നുള്ള നോയ്സ് നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ അകത്തോട്ട് വരും. അപ്പോൾ അതെങ്ങനെ അത് ഇമ്പ്രൂവ് ആയിട്ടുണ്ടെന്ന് നമുക്ക് നോക്കാം. നിങ്ങൾക്കും കേൾക്കാൻ പറ്റും എങ്ങനെ ഇമ്പ്രൂവ് ആയിട്ടുണ്ടെന്ന്. കാരണം ഇത് 2023 മോഡലിൽ എനിക്കത് അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. കാരണം നോയ്സ് ഉണ്ടായിരുന്നു. ഇപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം. എനിക്ക് ഫസ്റ്റ് ഇപ്പോൾ ഓടിക്കുമ്പോൾ തന്നെ എനിക്ക് മനസ്സിലായെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ നോയ്സിൻ്റെ ക്യാൻസലേഷൻ, അതായത് നോയ്സിൻ്റെ ആ ഒരു ഇത് നല്ല രീതിയിൽ കുറഞ്ഞിട്ടുണ്ട്. നമുക്ക് അത്യാവശ്യം വെളിയിൽ നിന്നുള്ള ഒരു സാധനവും നമ്മൾ അകത്ത് കേൾക്കുന്നില്ല ഇപ്പം. അതേപോലെ ഇതിൻ്റെ ഹാൻഡ്ലിങ് ഇമ്പ്രൂവ് ആയിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് ഇമ്പ്രൂവ് ആയിട്ടുണ്ട്. നേരത്തെ വെച്ച് കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും എൻ്റെ ഹാൻഡ്ലിങ് നല്ല ഇമ്പ്രൂവ് ആയിട്ടുണ്ട്. പിന്നെ മെയിനായിട്ടുള്ള കാര്യം എന്ന് പറയുമ്പോൾ, നമ്മൾ ഇതുപോലൊരു മോഡൽ, അതായത് ഈ ഇലക്ട്രിക് വണ്ടിയിൽ, അതായത് ഞാൻ ഓടിക്കുന്ന ഒരു പെട്രോൾ വണ്ടിയാണ്. അപ്പോൾ അതിൽ നിന്ന് നമ്മൾ നേരെ ഇലക്ട്രിക്കിലേക്ക് വരുമ്പം ഇതിൻ്റെ അകത്ത് മെയിൻ ഡിഫറൻസ് എന്ന് പറയുന്നത് ഇതിൻ്റെ ഒരു ഹെവിനെസ് ആണ് വണ്ടിയുടെ. പിന്നെ അതുപോലെ ഇത് 1 ഫുട്ട് പെഡൽ ഡ്രൈവിംഗ് ആണ്. അതായത് നിങ്ങൾ എപ്പം കാലെടുത്ത് കഴിഞ്ഞാലും വണ്ടി ഓൾ ലൈഫ് കണ്ടില്ലേ സ്ലോ ആവും. പറയുന്ന വണ്ടി വരുന്നുണ്ടോ നോക്കിയിട്ട് വേണം ഈ പരിപാടി ചെയ്യാൻ. സ്ലോ ആവും. അപ്പം നിങ്ങൾക്ക് ബ്രേക്കിംഗ് ഭയങ്കര കുറവായിരിക്കും. അത് നിങ്ങളുടെ ബ്രേക്ക് പാഡിനൊക്കെ അത്യാവശ്യം നല്ല, അതായത് എപ്പോഴും മാറ്റേണ്ട ഒരു അവസ്ഥ വരത്തില്ല. കൊള്ളാം വണ്ടി. നമ്മൾ നേരത്തെ പറയുന്ന പോലല്ല. അതായത് ഇത് ഓരോ കൊല്ലം കഴിയുമ്പോഴും നമുക്ക് ഒരു ഇമ്പ്രൂവ്മെന്റ് നമുക്ക് ടെസ്ലയിൽ കാണാൻ കഴിയുന്നുണ്ട്. ഞാൻ 2023 മോഡൽ ഓടിച്ചപ്പം ഉണ്ടായിരുന്ന ഒരു ഫീലല്ല എനിക്കിപ്പോൾ ഉള്ളത്. അതായത് നല്ല രീതിയിൽ വെളിയിൽ നിന്നുള്ള നോയ്സ് നല്ല രീതിയിൽ കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് അവർ നല്ല രീതിയിൽ എഞ്ചിനീയറിംഗ് ചെയ്തിട്ടുണ്ട്. പിന്നെ എനിക്ക് ഈ വണ്ടി, അതായത് ഇലക്ട്രിക് വണ്ടി ഓടിക്കുമ്പോൾ നമ്മൾ ഫസ്റ്റ് ഇപ്പോൾ ആര് പെട്രോൾ വണ്ടി ഓടിച്ചു കഴിഞ്ഞാൽ നേരെ ഇലക്ട്രിക് വരുമ്പോഴത്തേക്കും അവരുടെ ഏറ്റവും വലിയ ഒരു ഫീല് കിട്ടാൻ പോകുന്ന പറഞ്ഞാൽ ഇതിന്റെ ഹെവിനെസ് ആയിരിക്കും. കാരണം നമ്മളൊരു ഭയങ്കര ഹെവി ആയിട്ടുള്ളൊരു വണ്ടി ഓടിക്കുന്നു എന്നൊരു ഫീല് നമുക്ക് ഈ വണ്ടി തരും. ഉറപ്പായിട്ട് നമ്മൾ പെഡൽ പ്രസ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ ആക്സിലറേഷൻ കിട്ടും. അതായത് നല്ല രീതിയിൽ ഒരു വളരെ ക്വിക്കായിട്ട് നമുക്ക് ആക്സിലറേറ്റ് ചെയ്ത് പോകാൻ പറ്റും. അതേപോലെ നമ്മൾ കാലെടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ വണ്ടി നല്ല രീതിയിൽ ഡിസലറേറ്റ് ചെയ്യുകയും ചെയ്യും. അതായത് ഒരു 1 ഫുട്ട് പെഡൽ ഡ്രൈവിംഗ് ഇതിന് പറ്റും. അതായത് നിങ്ങൾക്ക് ഒരു സേഫ്റ്റി, അതായത് ഒരു പീസ് ഓഫ് മൈൻഡ് എപ്പോഴും ഉണ്ട്. നിങ്ങൾ ചവിട്ടി കഴിഞ്ഞാൽ നല്ല രീതിയിൽ കണ്ടില്ലേ, വലിച്ചെടുത്തുകൊണ്ട് പോകും. പക്ഷെ അതേപോലെ തന്നെ നിങ്ങൾ കാലെടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതേപോലെ വണ്ടി സ്ലോ ആവുകയും ചെയ്യും. അപ്പോൾ ഒരു സേഫ്റ്റി നമുക്ക് എപ്പോഴും ഉണ്ട്. പിന്നെ എനിക്ക് ഇതിൻ്റെ അകത്ത് മെയിനായിട്ട് തോന്നിയത് ശരിക്കും ഒരു ഫീല്, ഇത് ഭയങ്കര കോൺട്രവേഴ്ഷ്യൽ ടോപ്പിക്കാണല്ലോ. അതായത് ഇലക്ട്രിക്കും അതേപോലെ പെട്രോളെന്നല്ല IC എഞ്ചിനും ഇലക്ട്രിക് വണ്ടികളും. അതായത് ഒരു കോൺട്രവേഴ്ഷ്യൽ ടോപ്പിക് തന്നെയാണ്. കാരണം ഒരു ഡ്രൈവിംഗ് എന്തൂസിയാസ്റ്റ് എന്നൊക്കെയുള്ള രീതിയിൽ ഒരാൾ ഓടിക്കുകയാണെന്നുണ്ടെങ്കിൽ, അതായത് മാനുവൽ ഡ്രൈവ് ഷിഫ്റ്റുകളോ ഓട്ടോമാറ്റിക് ഓടിക്കുന്നവനും ഇത് ഓടിക്കുന്നവനും തമ്മിൽ എനിക്ക് വലിയ വ്യത്യാസം കണ്ടില്ല. കാരണം ഓട്ടോമാറ്റിക് ഓടിക്കുന്നതിനും പ്രത്യേകിച്ചും ചെയ്യുന്നില്ല, ഇത് ഓടിക്കുന്നതിനും യാതൊന്നും ചെയ്യുന്നില്ല. ജസ്റ്റ് ഫൂട്ട് ചവിട്ടുക ഓടുക. പക്ഷെ മാനുവൽ ഓടിക്കുന്നതിന് ഒബ്വിയസ്ലി നല്ല ഡിഫറൻസ് വരും. ഉറപ്പായിട്ട് ഇതിൻ്റെ അകത്ത് പ്രത്യേകിച്ച് ഒരു പരിപാടി ഇതിൻ്റെ അകത്ത് ചെയ്യാനില്ല. അത് വെറുതെ ഇരിക്കുകയാണ്. ഈവൻ ഇതിന് 360 ഡിഗ്രി ക്യാമറ ആണെങ്കിലും കംപ്ലീറ്റ് സേഫ്റ്റിയാണ്. നമ്മൾ ഇൻഡിക്കേറ്റർ ഇടുമ്പോൾ ആണെങ്കിലും ഡിസ്പ്ലേയിൽ അതേപോലെ എല്ലാം തെളിഞ്ഞു വരും. അതായത് ലെഫ്റ്റ് സൈഡും റൈറ്റ് സൈഡും എല്ലാം കംപ്ലീറ്റ്. അപ്പം ഇത് അത്യാവശ്യം ഇതിപ്പോൾ ഇലക്ട്രിക് വണ്ടികൾ ഇഷ്ടമുള്ളവർക്കാണെന്നുണ്ടെങ്കിൽ ടെസ്ല ഭയങ്കര നല്ലൊരു ഓപ്ഷനാണ്. പെട്രോൾ യൂസ് ചെയ്യുന്നവർക്കും അല്ലെങ്കിൽ പെട്രോൾ വണ്ടികളുടെ താല്പര്യമുള്ളവർക്കും ഇത് എന്തായാലും ഇഷ്ടപ്പെടത്തില്ല. ഇതൊന്നല്ല, ഒരു ഇലക്ട്രിക്കും ഇഷ്ടപ്പെടത്തില്ല. പക്ഷെ നമ്മുടെ ഇവിടുത്തെ പോയിന്റ് എന്ന് പറഞ്ഞാൽ 2023 വണ്ടിയും 24 വണ്ടിയും തമ്മിലുള്ള മെയിൻ വ്യത്യാസം, അതായത് ടെസ്ല ഇതുവരെ ഉണ്ടാക്കിയിട്ടുള്ള വണ്ടികളിൽ നിന്ന് വൺ ഓഫ് ദ ബെസ്റ്റ് എന്ന് എനിക്ക് പറയാൻ പറ്റും. കാരണം നമ്മൾ ഈ വണ്ടികളെല്ലാം ഓടിച്ച് നമ്മൾ റിവ്യൂ ചെയ്തിട്ടുള്ളതാണ്. പക്ഷെ അതിൻ്റെ അകത്ത് എനിക്ക് ഏറ്റവും ഞാൻ ഈ ഡ്രൈവ് തുടങ്ങിയപ്പോൾ പറഞ്ഞ പോലെ തന്നെ
ഇതിന്റെ സൗണ്ട് ക്വാളിറ്റി, അതായത് വെളിയിൽ നിന്നുള്ള സൗണ്ട് അബ്സോർവ് ചെയ്യാതിരിക്കാനുള്ള ഒരു ക്വാളിറ്റി. കറക്റ്റാണോ പറഞ്ഞേ? എന്ന് വെച്ച് കഴിഞ്ഞാൽ വെളിയിൽ നിന്നുള്ള സൗണ്ട് കേൾക്കത്തില്ല, അത്രേ ഉള്ളൂ. വെളിയിൽ നിന്നുള്ള സൗണ്ട് ഇത് കേൾക്കത്തില്ല, നല്ല രീതിയിൽ കുറവാണ്. നേരത്തെ ആണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ കേൾക്കാൻ പറ്റും, ഇപ്പൊ കേൾക്കത്തില്ല. നിങ്ങൾ കേൾക്കുന്നുണ്ടോ? കുറച്ചുണ്ട്, പക്ഷെ എന്നാലും അത്രയ്ക്കൊന്നുമില്ല. അതാണ് ഇതിന്റെ ഒരു ഗുണം. വണ്ടി പാർക്ക് ചെയ്യുമ്പോൾ ഇതൊക്കെയാണ്, പാർക്കിംഗ് അല്ല റിവേഴ്സ് ഇടാകുമ്പോൾ ഇതൊക്കെയാണ് ഇതിന്റെ മെയിൻ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ. ഭയങ്കര സിമ്പിളാണ്. നമ്മൾ ഗിയർ തപ്പിയൊന്നും പോകണ്ട, അല്ലെങ്കിൽ ഗിയർ തപ്പിയൊന്നും പോകണ്ട ആർക്കും. എന്നാലും ഞാൻ പറയാം, കുറച്ച് ഹാൻഡി ആയിട്ട് തോന്നി ഇത്. പക്ഷെ എനിക്കറിയത്തില്ല എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടുമെന്ന് ഈ വണ്ടി. ഇത് നമ്മളിരിക്കുന്നത് 2024 ടെസ്ല മോഡൽ 3-ലാണ്. ഞാൻ കുറേ നാളെ ഒരു വീഡിയോ ചെയ്തിട്ട് സമയമില്ലാത്തതുകൊണ്ടാകത്തെ. എന്താണ് ഇമ്പ്രൂവ്മെന്റ് എന്ന് ചോദിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, നമ്മൾ നേരത്തെ ഓടിച്ചാൽ 2023 മോഡലും ഒക്കെ നമ്മൾ ഓടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് മോഡലിൽ വെച്ച് നോക്കുമ്പോഴത്തേക്ക് ഇതിന് എന്താണ് ഒരു ഇമ്പ്രൂവ്മെന്റ് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, ഡെഫിനറ്റ്ലി ഇതിന്റെ ഫിറ്റ് ആൻഡ് ഫിനിഷ് കുറച്ച് കൂടിയിട്ടുണ്ട്, നല്ലതായിട്ടുണ്ട്. പിന്നെ അതേപോലെ പിന്നെ എനിക്ക് ബട്ടൺ ഇഷ്ടപ്പെട്ടില്ല തീരെ. കാരണം ഇത് കംപ്ലീറ്റ്ലി എന്താ പറയുക, പണ്ടായിരുന്നുണ്ടെങ്കിൽ ഇവിടെ ലിവർ ഉണ്ടായിരുന്നു എല്ലാം അഡ്ജസ്റ്റ് ചെയ്യാൻ. ഇപ്പോൾ ഒന്നുമില്ല. ഇപ്പോൾ ഇത് കംപ്ലീറ്റ്ലി ഇങ്ങനെ ഈ ഒരു ടച്ച് സ്ക്രീനിലാണ് എല്ലാം വരുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് നമുക്ക് ഫസ്റ്റ് വണ്ടി ഓടിക്കുമ്പോഴത്തേക്കിനുണ്ട്. പിന്നെ ഫിറ്റ് ആൻഡ് ഫിനിഷ് എന്ന് പറയുമ്പോഴത്തേനും ഇമ്പ്രൂവ് ആയിട്ടുണ്ട്. അല്ലാതെ നമുക്ക് അടിപൊളി മാരകം എന്നൊന്നും പറയാനില്ല, ഇമ്പ്രൂവ് ആയിട്ടുണ്ട്. പിന്നെ വണ്ടിയുടെ വെളിയിൽ നിന്നുള്ള നോയിസ്, അതായത് നോയിസ് ക്യാൻസലേഷൻ എന്ന് പറയാൻ പറ്റത്തില്ല, എന്നാലും എന്താ പറയുക, റോഡ് നോയിസുകളൊക്കെ ഇപ്പോൾ ടയറിൻ്റെ ആണെങ്കിലും, അതായത് അങ്ങനെയൊക്കെയുള്ള പോട്ട് ഹോൾസ് ഇപ്പോൾ നമ്മൾ ചാടുമ്പോൾ ഉള്ള ആ ഒരു ചെറിയ NVH ക്യാരക്ടേഴ്സൊക്കെ കുറച്ച് ഇമ്പ്രൂവ് ആയിട്ടുണ്ട്. ഇതാണ് 2024 ടെസ്ല മോഡൽ 3യുടെ ഫ്രണ്ട് വശം. നമ്മൾ ലാസ്റ്റ് മോഡലുമായിട്ട് കമ്പയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഫ്രണ്ട് ലൈറ്റ് നല്ല ഷാർപ്പായിട്ടുണ്ട്. അതൊരു ഫ്രഷ് ലുക്ക് നമുക്ക് കിട്ടിയിട്ടുണ്ട് മോഡൽ 3ക്ക്. അതേപോലെ അലോയ്സ് വരുന്നത് 18 ഇഞ്ചും 19 ഇഞ്ചുമാണ്. ഇത് 19 ഇഞ്ച് അലോയ് വീലാണ്. ഇതിന് $2,000 എക്സ്ട്രാ ആണ്. ടെയിൽ ഒരു ഫ്രഷ് ലുക്ക് തന്നെയാണ് കമ്പയർ ടു ലാസ്റ്റ് മോഡൽ. ഇതൊരു ഡ്യുവൽ മോഡൽ വേരിയൻ്റ് ആണ്. ഇത് ലോങ് റേഞ്ച് ആണ്. വേറെ കാര്യമായിട്ട് വ്യത്യാസമൊന്നും നമുക്ക് പറയാനില്ല. ഇതാണ് എൻ്റെ ബാക്ക് സീറ്റ്. നമുക്കിവിടെ ഒരു ടച്ച് കൺട്രോൾ വരുന്നുണ്ട്. AC-യും കംപ്ലീറ്റ് കാര്യങ്ങളും എല്ലാം ഇവിടെ നമുക്ക് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ അത്യാവശ്യം ലെഗ് റൂം ഉണ്ട്. ഇപ്പം ഞാൻ ഇരിക്കുവാണെന്നുണ്ടെങ്കിൽ ഞാൻ 5'5" ആണ് എൻ്റെ ഹൈറ്റ്. ഇപ്പോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത്രയും അത്യാവശ്യം നല്ല ലെഗ് റൂമുണ്ട്. സീറ്റ് നല്ല ബാക്കിലാണ് ഇട്ടേക്കുന്നത്, അതുകൊണ്ട് അത്രയും. പിന്നെ ഇതാണ് ഇതിൻ്റെ ആംറസ്റ്റ്, 2 കപ്പ് ഹോൾഡർ. പിന്നെ ഇത് അറേഞ്ച് ചെയ്യുന്ന രീതി എനിക്ക് ഇഷ്ടപ്പെട്ടു. ഒരു ഇൻ്റഗ്രേറ്റഡ് ആയിട്ടാണ് ചെയ്ത് വെച്ചേക്കുന്നത്, കണ്ട, നൈസാണ്. AC കട കൺട്രോൾ എല്ലാം ഈ ഒരു ഇൻഫർടൈൻമെൻറ്റ് സിസ്റ്റത്തിലാണ് കൊടുത്തേക്കുന്നത്. പിന്നെ ഇവിടെ 2 Type C ചാർജിങ് പോർട്ടുകൾ കൊടുത്തിട്ടുണ്ട്. 2 Type C ചാർജിങ് പോർട്ടുകൾ കൊടുത്തിട്ടുണ്ട് ഇവിടെ. പിന്നെ അതുപോലെ തന്നെ സെൻട്രൽ ടണലൊന്നുമില്ല, അതുകൊണ്ട് തന്നെ 3 പേർക്ക് കംഫർട്ടബിൾ ആയിട്ട് ഇവിടെ ഇരിക്കാം. ഇതാണ് എൻ്റെ ട്രങ്ക് സ്പേസ്. അത്യാവശ്യം നല്ല ഡെപ്ത് ഉണ്ട് ട്രങ്കിന്. നമുക്ക് അത്യാവശ്യം സ്റ്റോറേജ് ഇതുണ്ട്. ഇവിടെ നമുക്ക് സ്റ്റോറേജ് ഉണ്ട്, അതുപോലെ ഫ്രണ്ടിലും ഉണ്ട്. നമുക്കിതെല്ലാം ഇവിടെ നിന്ന് 1 ടച്ച് ആയിട്ട് ക്ലോസ് ചെയ്യാം. നമ്മൾ ലാസ്റ്റ് ഇയർ മോഡലായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അത് മെയിൻ ഡിഫറൻസ് വന്നിരിക്കുന്നത് ഇൻറ്റീരിയറിലാണ്. ഒരു ഇൻറ്റീരിയർ ലൈറ്റിംഗ് കൊടുത്തിട്ടുണ്ട്. അതേപോലെ നമുക്ക് ഗിയർ സെലക്ട് ചെയ്യുന്ന ലിവറുകളോ അല്ലെങ്കിൽ ഇൻഡിക്കേറ്ററിൻ്റെ ലിവറുകളോ നമുക്കിത് കാണാൻ പറ്റില്ല. കാരണം ആ രണ്ടും ഇൻ്റഗ്രേറ്റ് ചെയ്തേക്കുന്ന ആ ഒരു ഡിസ്പ്ലേയിലാണ്. വേറെ കാര്യമായിട്ട് വ്യത്യാസമൊന്നും തോന്നിയിട്ടില്ല. അപ്പം ദാറ്റ്സ് ഇറ്റ് ഫോർ മോഡൽ 3 റിവ്യൂ. നമുക്ക് വേറൊരു വീഡിയോ ആയിട്ട് കാണാം. ടാറ്റാ, ബൈ ബൈ, ടേക്ക് കെയർ.